വഅലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, 5 വഖ്ത് ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഖബറിൽ ലഭിക്കുന്ന അതിമനോഹരമായ 10 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എത്ര വലിയ യാത്രയിലാണെങ്കിലും, ഏത് തിരക്കിലാണെങ്കിലും, ഏത് ജോലിയിലാണെങ്കിലും നിസ്കാരത്തിനാണ് ഒന്നാം സ്ഥാനം. നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഖബറിൽ ലഭിക്കുന്ന അതിമനോഹരമായ 10 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർവഹിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരണം വരെ എല്ലാ നിസ്കാരങ്ങളും അദാ ആയിട്ട് തന്നെ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ഫർള് നിസ്കാരം പോലും അദാ ആയിട്ട് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് എന്തൊക്കെ നേട്ടമാണ് അവർക്ക് ഖബറിൽ ലഭിക്കുക. നിസ്കാരം അദാ ആയിട്ട് നിർവഹിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മനഃപൂർവ്വം ഒരു കാരണവും കൂടാതെ സമയത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ്. നിസ്കാരം ഖളാ ആക്കൽ ഹറാമാണ്. എന്നാൽ നിസ്കാരം അദാ ആയി നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാം, സ്വർഗമാണ് എന്നത്. എന്നാൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഖബറിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നിഅമുൽ ഖബറിൽ മുഹാഫിളീന അലസ് സ്വലവാത്ത്, നിസ്കാരത്തിനെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഖബറിൽ? ഒന്നാമത്തെ കാര്യം, നൂറുസ് സ്വലാത്തി ഫിൽ ഖബരി, ഖബറിൽ അവർക്ക് പ്രകാശമാണ്. ഖബറിൽ നിസ്കാരം ഒരു പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭീകരതയുടെ വീടാണ്, ഒറ്റപ്പെടലിൻ്റെ കൂരിരുട്ടിൻ്റെ വീടാണ്. അത്രയും ഇരുളടഞ്ഞ, കാണാൻ കഴിയാത്ത, ഒറ്റപ്പെട്ടുപോയ ആ ഒരു ഖബറിൻ്റെ ഉള്ളിൽ നാം ചെയ്ത നിസ്കാരങ്ങൾ ഖബറിലെ ഒരു മനോഹരമായ ദിവ്യപ്രകാശമായി കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ഭാഗമാണ്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണല്ലോ. ഒറ്റക്കാണെങ്കിൽ പോലും ഖബറിനെ ഭീകരമാക്കുന്നത് ഏകാന്തതയെക്കാളും അതിൻ്റെ ഇരുട്ടാണ്. ഇരുളടഞ്ഞ ഒരു മുറിയിൽ ഒരു ദിവസം പോലും നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ല. എന്നാൽ അവസാനിക്കാത്ത ദിവസങ്ങളോളം, വർഷങ്ങളോളം എന്ന് തീരുമെന്നറിയാതെ ഖബറിൻ്റെ ഉള്ളിൽ ആ ഭീകരമായ ഒരു ചെറിയ മുറിക്കുള്ളിൽ, മണ്ണിൻ്റെ കല്ലിൻ്റെ മുറിക്കുള്ളിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ നിസ്കരിച്ച ളുഹുറും അസ്റും മഗ്രിബും ഇശാഉം നമുക്ക് പ്രകാശമായി നമ്മുടെ ഖബറിലേക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തത്, അൽ ഹിഫ്ളു മിൻ അദാബിൽ ഖബർ, ഖബറിൽ നാം അനുഭവിക്കാനിരിക്കുന്ന രണ്ടാമത്തെ ഭീകരത ഖബറിലെ ശിക്ഷയാണ്. ഖബറിൻ്റെ ഭീകരമായ ശിക്ഷകളാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ നൽകുന്ന മലക്കുകൾ ഖബറിലേക്ക് വരുന്നു, ഖബറിൽ ശിക്ഷ നൽകുന്നു. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. നമുക്ക് നരകത്തെ പേടിയാണ്. എന്നാൽ നരകം ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്. ഹിസാബ് കഴിയണം, മഹ്ശറയിലെ ജീവിതം കഴിയണം, പിന്നെയാണ് സ്വർഗത്തിലേക്ക് പോകുള്ളൂ. എന്നാൽ ഒരുപക്ഷെ നാളെ തന്നെ ഖബറിൽ വെച്ച് നാം ശിക്ഷിക്കപ്പെട്ടേക്കാം. ഇന്ന് തന്നെ നാം ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ടേക്കാം. അത്രയും നമ്മോട് അടുത്തു നിൽക്കുന്ന ശിക്ഷയാണ് ഖബർ ശിക്ഷ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലുണ്ട്, ഫതഅതി അസ്സലാത ഇൻദ റഅസിഹി ഫതഖൂൽ. ഖബർ വലിയൊരു ഹദീസിന്റെ ഭാഗമാണ്. ഖബറിൽ വെച്ചൊരു മനുഷ്യനെ ശിക്ഷിക്കാൻ പല ഭാഗത്തുകൂടെ ശിക്ഷയുടെ മലക്കുകൾ ശ്രമിക്കുമ്പോൾ തലഭാഗത്തേക്ക് വരുമ്പോൾ നിസ്കാരം തലയുടെ ഭാഗത്ത് വന്നിട്ട് പറയും, മാ ഖിബലി മദ്ഖലുൻ, ഞാനിവിടെ പ്രവേശിക്കാനുള്ള അനുവാദം നൽകുന്നില്ല. നിങ്ങൾക്ക് ഖബറിലേക്ക് പ്രവേശിക്കാൻ, ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഖബറിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി പ്രവേശിക്കാനുള്ള അവസരം നൽകില്ല എന്ന് നിസ്കാരം ഒരു കവചമായി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ടാമത്തെ കാര്യം ഖബർ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. മൂന്നാമത്തെ കാര്യം, സുഹൂലത്തു സുആലി ഫിൽ ഖബരി, ഖബറിലുള്ള ചോദ്യങ്ങൾ എളുപ്പമാകുമെന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹിസാബിന്റെ സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തെ ചോദ്യങ്ങൾ നിസ്കാരത്തിനെ കുറിച്ചായിരിക്കും. നിസ്കരിച്ചോ? സുബഹ് നിസ്കരിച്ചോ? ളുഹർ നിസ്കരിച്ചോ? അസ്ർ നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? എന്തുകൊണ്ട് ഖളാ ആയി നിസ്കരിച്ചു? എന്നാൽ 5 വഖ്ത് മുടങ്ങാതെ നിർവഹിച്ച ഒരു മനുഷ്യന് അവൻ്റെ മലക്കുകളോട് പറയാം, മലക്കുകളെ, ഞാൻ എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ആ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ അവൻ നല്ല കോൺഫിഡൻറ്റോടുകൂടെ മറുപടി പറയാൻ കഴിയും. ഇനി അടുത്തതാണ് 4-മത്തത്, സബാത്തുൽ ഖൽബി ഇൻദ സുആൽ. ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവനക്ക് നല്ല കോൺഫിഡൻസോടുകൂടെ ധൈര്യത്തോടുകൂടെ നിൽക്കാൻ കഴിയുമെന്നതാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ അവനെ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിൻ്റെ കൂടെ കൂടിയവർ, അള്ളാഹുവിനെ മറക്കാത്തവർ, 5 വഖ്ത് സമയവും അള്ളാഹുവിനെ ഓർത്ത ആളുകൾക്ക് അള്ളാഹു മനസ്സിനൊരു വല്ലാത്ത ഉറപ്പ് നൽകും. ഒരു മലക്കുകളുടെ മുമ്പിലും അവർ ഭയപ്പെടില്ല. കാരണം അത് അള്ളാഹു നൽകുന്നൊരു ഉറപ്പാണ്. അപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ അതിരി എന്ന് പറയുന്ന സമയത്ത് ഒരു ഭയപ്പാടും കൂടാതെ റബ്ബിൻ്റെ മാലാകമാരോട് വളരെ വ്യക്തമായി മറുപടി പറയാൻ അവർക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. 5-മത്തെ കാര്യം, റാഹത്തുൽ ഖൽബി വസ്സകീന. ഹൃദയത്തിനൊരു വല്ലാത്ത സമാധാനം നൽകുന്നതാണ്, ഹൃദയത്തിന് സന്തോഷം നൽകുമെന്നതാണ്. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിക്റുകളാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്. ഒരു ദിവസത്തിൽ 5 തവണ നിർബന്ധമായും അള്ളാഹുവിനെ സ്മരിക്കണം. അതാണ് 5 വഖ്ത് നിസ്കാരം. അത് കൃത്യമായി നിർവഹിച്ച ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ എത്ര തവണ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അത്രയും തവണ നിങ്ങൾ അള്ളാഹു അതിൻ്റെ എത്രയോ ഇരട്ടി തവണ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് തത്മഇന്നുൽ ഖുലൂബ്. ഖബറിൽ എത്ര ഭീകരതയുള്ള ഖബറാണെങ്കിലും, എത്ര ഒറ്റപ്പെടലിൻ്റെ ഖബറാണെങ്കിലും, ആരോരുമില്ലാത്ത ഖബറാണെങ്കിലും, ഒരു ദിവസമല്ല 2 ദിവസമല്ല അനേകം വർഷങ്ങൾ ഖബറിൽ കിടക്കേണ്ടി വരും. ആ സമയമൊക്കെ അവനക്ക് സമാധാനം നൽകുന്ന ഒരു സൽക്കർമ്മമാണ് നിസ്കാരം. അപ്പൊ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇനി 6-മത്തെ കാര്യമാണ് ഫത്ഹു ബാബിൽ ജന്ന. ഖബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു തരുന്നതാണ്. സ്വർഗത്തിലേക്ക് ഖബറിൽ നിന്ന് കവാടങ്ങൾ. എത്ര കാലം ഖബറിൽ കിടന്നാലും അവന് സ്വർഗം ആസ്വദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മിഫ്താഹുൽ ജന്ന അസ്സലാ. സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. അപ്പൊ ഖബറിൽ സ്വർഗമുള്ള ആളുകൾക്ക് ആ താക്കോൽ ഉപയോഗിച്ചവർക്ക് സ്വർഗം തുറക്കാം. ഖബറിൽ വെച്ച് സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കാനുള്ള താക്കോൽ അവരുടെ കയ്യിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ താക്കോലുണ്ടെങ്കിൽ ഖബറിൽ വെച്ച് തന്നെ അവർക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഇനി 7-മത്തെ കാര്യം, അന്നജാതു മിൻ ദീഖിൽ ഖബർ. ഖബറിൻ്റെ ഇടുക്കലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖബറിനൊരു കൂട്ടിയിടുക്കലുണ്ട്. വാരിയെല്ലുകളൊക്കെ ഇങ്ങനെ കോർത്തു പോകുന്ന, പിണഞ്ഞു പോകുന്ന ഒരു കൂട്ടിയെടുക്കൽ, അതിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു മനോഹരമായ സൽക്കർമ്മമാണ് നിസ്കാരം. മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഖബറിന്റെ ഭീകരത കണ്ട് കരയുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ആ ഖബർ നമ്മുടെ ജനാസ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബറൊന്ന് കൂട്ടിയെടുക്കും. എന്നാൽ നിസ്കരിച്ച ആളാണെങ്കിൽ അവനെ ഖബർ തൊടൂല, അവനെ ഖബർ എടുക്കുകയില്ല. അവനിങ്ങനെ സന്തോഷത്തോടുകൂടെ ഖിയാമത്ത് നാൾ വരെ കിടക്കാൻ ആ നിസ്കാരം അവനെ സഹായിക്കും. ഇനി 8-മത്തെ കാര്യം, ബുശ്റൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്തയാണ് നിസ്കാരം. ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്നു, അവൻ ഉത്തരം പറയുന്നു. അങ്ങനെ മലക്കുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവനക്ക് സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്തയാണ് നൽകുന്നത്. കാരണം അവൻ നിസ്കരിച്ചിട്ടുണ്ട്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്തയാണ് നിസ്കാരം. അത് ഖബറിലും അവർക്ക് സന്തോഷ വാർത്തയാണ്, ഇഹലോകത്തും സന്തോഷ വാർത്തയാണ്. 5 വഖ്ത് നിസ്കരിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പോകും. കാരണം അവർ നിസ്കരിക്കുന്നവരാണ്.
ഖബറിൽ ചെന്നാലും അവർ സ്വർഗത്തിലേക്ക് പോകും. സന്തോഷ വാർത്തയാണ്. നാളെ പാരത്രിക ലോകത്ത് ഹിസാബ് നടക്കുമ്പോൾ ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോഴും അവർക്കറിയാം അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. അപ്പോൾ നിസ്കാരം അവൻ്റെ ആ ജീവിത വഴിയിലുടനീളം അവനക്കൊരു സന്തോഷ വാർത്തയാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി 9ാമത്തെ കാര്യം, അൽ അംനു മിനൽ ഖൗഫി വൽ ഹുസ്ൻ. നിസ്കാരം കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കുന്ന ആളുകൾക്ക് നിസ്കാരം ഒരു കവചമാണ്. ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനക്ക് കവചമാണ്. ഒരിക്കലും നരകത്തിൽ നിന്നുള്ളൊരു കവാടം അവൻ്റെ ഖബറിലേക്ക് തുറക്കപ്പെടുകയില്ല. ഖബറിലുള്ള ഭീകരമാകുന്ന ശിക്ഷയിൽ നിന്ന് അവനക്ക് അവനക്ക് കവചമാണവൻ്റെ നിസ്കാരം. അതുകൊണ്ട് ഖബറിൽ ഭയപ്പെടാതിരിക്കാൻ, ഖബറിൽ സമാധാനമുണ്ടാകാൻ, ഖബറിൽ പ്രകാശമുണ്ടാകാൻ, ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ഉണ്ടാകാൻ 5 വഖ്ത് നിസ്കരിക്കുക, അദായി നിസ്കരിക്കുക. ഇനി 10ാമത്തെ കാര്യം, അസ്സുഹ്ബത്തു സ്വലാത്തി ഫിൽ ഖബരി. നിസ്കാരം നമ്മുടെ ഖബറിലൊരു കൂട്ടുകാരനുണ്ടാകും. നിസ്കാരം നമ്മുടെ ഖബറിലൊരു കൂട്ടുകാരനായിട്ടുണ്ടാകും. ഖബറിലെ ഏകാന്തതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഖബറിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഖബറിൻ്റെ ഒറ്റപ്പെടൽ. ഒരു ദിവസമല്ല, അനേകമായിരം വർഷങ്ങൾ ഒരു ഇരുളടഞ്ഞ മുറിക്കുള്ളിൽ ഒരു മനുഷ്യൻ കഴിയുമ്പോൾ അവനക്ക് സമാധാനത്തിനായി ഒരു കൂട്ടുകാരൻ, അവൻ നിസ്കരിച്ചവൻ്റെ നിസ്കാരങ്ങൾ ളുഹറും അസ്റും മഗ്രിബിയും ഇശാഉമൊക്കെ അവൻ്റെ ഖബറിലേക്ക് അവൻ്റെ കൂട്ടുകാരനായി വരികയാണ്. എന്നിട്ട് എന്ത് സഹായം വേണമെങ്കിലും അവനക്ക് നൽകുകയാണ്. അവനക്ക് സമയം കളയാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരനായി, അവൻ്റെ കൂട്ടുകാരായി അവൻ്റെ നിസ്കാരങ്ങൾ അവൻ്റെ ഖബറിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ഖബറിൽ രക്ഷ വേണോ? നാളെ പാരത്രിക ലോകത്ത് രക്ഷ വേണോ? 5 വഖ്ത് നിസ്കാരം അദായി നിർവഹിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം വരെ എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.